മനസ്സൊന്ന് ധ്യാനിച്ച്. ഉസ്താദ് തിരുമേനി പറയും, ഒരിക്കൽ മാത്യൂസ് ദിദിയൻ ബാവ തിരുമേനി പരിമല പെരുന്നാളിന്റെ കുർബാന കഴിഞ്ഞ് എവങ്കലിയോൻ ആസ്പദമാക്കിയുള്ള പ്രസംഗത്തിന്റെ ആ സമയത്ത് ബാബാ തിരുമേനിയുടെ പ്രസംഗം കഴിഞ്ഞ് ഉസ്താദ് തിരുമേനി മൈക്ക് ഇങ്ങോട്ട് മേടിച്ചിട്ട് പരസ്യമായിട്ട് അവിടെ നിന്ന് പറയുക, എങ്ങനെയോ ഒരു ഭൂതോദയം വന്നതുപോലെ അവിടെ വിളിച്ചു പറയുക, തിരുമേനി എന്ന് വിദ്യാഭ്യാസത്തിൽ ആത്മീയത മാറിയോ അന്ന് തുടങ്ങി ഈ വിദ്യാഭ്യാസത്തിന് നാശം. എന്തൊരു വാസ്തവമാ. കാരണം ആത്മപ്രകാശനമില്ലാത്ത ജീവിതങ്ങളായി ഇന്ന് തലമുറകൾ മാറുകയാ. വിദ്യാഭ്യാസമുണ്ട് മക്കൾക്ക്. എന്തുമാത്രം പണ്ടെങ്ങുമില്ലാത്ത പോലെ വിദ്യാഭ്യാസം തലമുറയ്ക്കുണ്ട്. എന്നാൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എൻ്റെ പപ്പയാണെന്നോ എൻ്റെ മമ്മിയാണെന്നോ എന്നെ പഠിപ്പിച്ച ഗുരുനാഥയാണെന്നോ ഒരു തിരിച്ചറിവില്ലാത്ത സമൂഹമായി ഇന്ന് മാറുമ്പോൾ ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് ഇത് തന്നെയാ. പത്രോസ് ലീഗ പറയുന്നു, കർത്താവേ, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെയാ പോകേണ്ടത്? കാരണം നിന്നിലാ ഉള്ളത് എന്ത്? ദിവ്യപ്രകാശം നിന്നിലുണ്ട്, മാണിക്യ മുത്തുകൾ. അത് കളഞ്ഞിട്ട് ഞങ്ങൾ എവിടെയാ പോകുന്നത്? ഇന്ന് പലപ്പോഴും നമ്മുടെ തലമുറ ഈ മാണിക്യത്തെ വെടിഞ്ഞ് ഇന്ന് ഓടുകയാണ്. അതുകൊണ്ട് ആത്മപ്രകാശനം ഇന്ന് തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. പ്രകാശനം നഷ്ടപ്പെട്ടു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഊതിയ ജ്വലിക്കും, തുപ്പിയൊഴിച്ചാൽ കെട്ടുപോകും. രണ്ടും ചെയ്യാൻ പറ്റുന്നത് നമുക്കല്ലേ, നമ്മുടെ നാവ് കൊണ്ടല്ലേ, നമ്മുടെ വാ കൊണ്ടല്ലേ ചെയ്യുന്നത്. മനസ്സ് നിറയ്ക്കാൻ നമുക്കറിയാം, മനസ്സ് തകർക്കാൻ നമുക്കറിയാം. ഏതിലാണ് നാം നിൽക്കേണ്ടത്? ആത്മപ്രകാശമുള്ളവരാണെങ്കിൽ എപ്പോഴും മറ്റുള്ളവരുടെ മനസ്സ് നിറയ്ക്കാൻ നമുക്ക് സാധ്യമാകും. അതുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സ് നിറയ്ക്കുന്ന നിറവുള്ളവരായി തീരുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ. അതുകൊണ്ട് രണ്ടാമത്തെ ഓർമ്മപ്പെടുത്തൽ ഞാൻ പറഞ്ഞു. ഒന്ന്, സന്തോഷ പരിപൂർണതയുടെ ഇടമാണ് എന്ത്? കർത്താവിന്റെ പാദപീഠം. രണ്ടാമത്, ആത്മപ്രകാശനത്തിന്റെ ഇടമാണ് കർത്താവിന്റെ പാദപീഠം. മൂന്നാമത്, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 32-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 32-ാമത്തെ വാക്യം.